അവസാനം ഡോക്ടർ എന്നെ തീരുമാനിക്കുകയാണ്, നമുക്ക് സി സെക്ഷൻ ചെയ്യാൻ, വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 8 മണിയോടെ ആ തീരുമാനത്തിലേക്ക് എത്തുന്നു, സി സെക്ഷൻ ചെയ്യാന്നുള്ളത്. അങ്ങനെ കുറേ പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ തരുന്നു, ഞാൻ അതിലൊക്കെ സൈൻ ഇടുന്നു. എൻ്റെ പാരൻസൊക്കെ എന്നെ വന്ന് കാണുന്നുണ്ട്. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ മദറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ജനുവരി 10th ആയിരുന്നല്ലോ ഡേറ്റ് പറഞ്ഞത്. ആ സമയത്തായിരുന്നു ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല. ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫുൾ പ്രിപ്പറേഷൻ മൊത്തം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എൻ്റെ മനസ്സിലെന്താ, ഈ പെയിൻ മൊത്തം തീരാൻ പോവാണ്, എനിക്ക് ബേബീനെ കാണാൻ പറ്റും, ഇനി ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ആവേണ്ട, ഓപ്പറേഷൻ കഴിയുന്നു, ബേബീനെ കിട്ടുന്നു. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും നോക്കാം, അടുത്ത ദിവസമോ തൊട്ടടുത്ത ദിവസമോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക മാത്രമേ ഉള്ളൂ നോർമൽ ഡെലിവറിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ എൻ്റെ മനസ്സിലെന്തോ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല. സി സെക്ഷനിലോട്ട് പോകാൻ തന്നെയായിരുന്നു. പിന്നെ ആ പെയിൻ സഹിച്ചാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ആ ഒരു മൈൻഡിലേക്ക് എത്തിച്ചേരുമല്ലോ. അപ്പോൾ എനിക്ക് ആശ്വാസമായി, ഓക്കെ ഇതിനൊരു എൻഡ് ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങും. അവിടെയും കുറേ ഡോക്ടേഴ്സ് വന്നു. എൻ്റെ ഡോക്ടറെ കൂടാണ്ട് തന്നെ വേറെ 2 ഡോക്ടേഴ്സ് വന്നു. ഒന്നൊരു അനസ്തേഷ്യയുടെ ഡോക്ടറായിരുന്നു, പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേറെ ഒരു ഡോക്ടറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി അവിടുത്തെ സ്റ്റാഫ് നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു തനിക്കൊരു അനസ്തേഷ്യ തരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ചെസ്റ്റ് തൊട്ട് കാല് വരെയുള്ള പോർഷൻ മൊത്തം പാരലൈസ്ഡ് ആയ പോലെ ആയിരിക്കും, അതായത് മരവിപ്പിച്ച പോലെ ആയിരിക്കും. ഒരു പെയിനൊന്നും ഫീൽ ചെയ്യില്ല. ആ ഫീൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനസ്തേഷ്യ തരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഒരു ഓക്സിജൻ മാസ്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലൊരു സ്റ്റിക്കർ പോലുള്ള സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ അനസ്തേഷ്യയുടെ പവർ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും. ആ പെയിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര സഫോക്കേഷൻ ആയിരുന്നു, ഒരുമാതിരി ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു എനിക്കിത് വേണ്ട എന്നിട്ട് അത് ഒരു മാറ്റി. പിന്നെ എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം എൻ്റെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഒരു ഇഞ്ചക്ഷൻ വെക്കുകയാണ്. ഫസ്റ്റ് ഇഞ്ചക്ഷൻ വെച്ചു. ഒരു നോർമൽ പെയിനായിരുന്നു. ആ സമയത്ത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് വലിയ പെയിൻ ഫീൽ ചെയ്തില്ല എന്ന് വേണം പറയാൻ. ഞാൻ കിടന്നു. അതിനുശേഷം എൻ്റെ മുന്നിലൊരു സ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു തുണി കൊണ്ട് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓപ്പറേഷൻ ചെയ്യുന്നത് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം. മുന്നിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് അങ്ങോട്ട് മറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് കാല് പൊക്കി നോക്കാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ കാല് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നോർമലി ഉള്ള കേസിൽ പൊക്കാൻ പറ്റരുതല്ലോ, കാരണം നമ്മുടെ മരവിപ്പിച്ചിട്ടാണല്ലോ ഉള്ളത്, അതിനുള്ള ഇഞ്ചക്ഷനാണ് തന്നത്. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടി തരാമെന്ന് പറഞ്ഞു. 2ാമത്തെ തവണയും അനസ്തേഷ്യ എടുക്കുകയാണ്. ആ അനസ്തേഷ്യ അതിന് ശേഷം പിന്നെ എനിക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ചെസ്റ്റിന് ശേഷമുള്ള കാല് വരെയുള്ള പോർഷൻ മരവിപ്പായിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 8:10, കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല, 8:10, ഒരു 8 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആ സമയത്താണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. ചുറ്റുള്ള ആൾക്കാരൊക്കെ ഓക്കെയാണോ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ചിലവർക്ക് ഷിവറിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നിട്ടുണ്ട്. എനിക്ക് നേരൊരു ഷിവറിങ് ഒരു 10 മിനിറ്റ് നേരം ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ടൈറ്റനിങ് പോലെ ഒരു ഫീല് അരഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ അനക്കുമ്പോൾ ഒക്കെ ഒരു ടൈറ്റ് ആകുന്ന പോലെ ഒരു ഫീല്, എന്തോ ഒരു ഫീൽ അങ്ങനെ ഉണ്ടായിരുന്നു. പെയിനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഐ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 5-6 മിനിറ്റ് അത്രയും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ബേബിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ പറ്റി. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കല്ലാത്ത വേറെ ആർക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് അമ്മമാരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും. ആ ഒരു സമയത്ത് നമ്മൾ അത്രയും പെയിനും സ്ട്രെസ്സും കുറേ മാസങ്ങളെടുത്തിട്ടാണ് ഈ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ആ ഒരു സമയത്ത് വേർത്താവുന്നൊരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ബേബിയുടെ കരച്ചിലായിരിക്കും. അപ്പോൾ ഡോക്ടർ പറയാണ് ബേബി ബോയ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് ജസ്റ്റ് എൻ്റെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. എനിക്കൊന്ന് കണ്ണു നിറച്ച് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവർ മാറ്റി കൊണ്ടുപോയി. കാരണം ഏർലി ബേബിയാണ്, കുറച്ച് നേരത്തെ ആയിരുന്നല്ലോ, 35 വീക്സിലാണ് ബേബി വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. വെയിറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബേബി കരഞ്ഞതുകൊണ്ട് തന്നെ ഓക്കെ ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. എനിക്കറിയാമായിരുന്നു കരയണം, വെയിറ്റ് ഉണ്ടാവണം, ഇതൊക്കെയാണ്
ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇത് രണ്ടും ഓക്കെ ആയിരുന്നു. ബേബി ആവശ്യത്തിന് വെയിറ്റും ഉണ്ടായിരുന്നു, കരയുന്നൊക്കെ ഉണ്ടായിരുന്നു, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ സമാധാനം. വേറെ ഇനിയൊന്നും നോക്കാനില്ല, ബേബി ഓക്കെയാണ്. നമ്മുടെ ആ ഒരു ലോങ് ജേണി ഒരു എൻഡ് ഇവിടെ വരികയാണ്. അങ്ങനെ ബേബീനെ അവരവിടെ നിന്ന് മാറ്റി. പിന്നെ ബാക്കിയുള്ളത് എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെയാണ്. അതും അധിക സമയമൊന്നും എടുത്തില്ല, ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സിൻ്റെ പ്രോസസ്സ് ടോട്ടൽ, അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം കഴിഞ്ഞു. പിന്നെ എന്നെ വേറൊരു ബെഡിലേക്ക് എടുത്ത് കിടത്തി. അതൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ, ഫുൾ തരിച്ചിട്ടുള്ള അവസ്ഥയാണ്. നമ്മളിങ്ങനെ ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിൽ ബോഡി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു ബെഡിലേക്ക് മാറ്റി, സ്ട്രക്ചറിലേക്ക് മാറ്റി, നമ്മുടെ പേരൻസിനെയൊക്കെ കാണിച്ചു, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഒബ്സർവേഷനിലോട്ട് മാറ്റുകയാണ്. ബേബീനെ അവർ NICUലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അതിനുശേഷം അവർ മുറിവൊക്കെ നന്നായി ഡ്രസ്സ് ചെയ്ത് തരും. പിന്നെ വീണ്ടും ഡ്രിപ്പൊക്കെ കയറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഷിവറിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു തണുപ്പ് പോലെ ഒരു ഫീലായിരുന്നു ആ സമയത്ത്. ബ്ലാങ്കറ്റൊക്കെ പുതച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങി. അവിടുന്ന് എത്ര നേരം ഉറങ്ങിയെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ റീലിലും വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വയം എണീറ്റ് നടക്കുക എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ പ്രോസസ്സാണത്. അത് കഴിഞ്ഞു. പിന്നെയാണ് കുറച്ച് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ബേബീനെ നമ്മുടെ കയ്യിൽ വീണ്ടും കൊണ്ടുവരുന്നത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു സെക്കൻഡ് ടൈം ഫീഡിങ് ആയിരുന്നു. അതിന് മുന്നേ ഒരു തവണ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ബേബീനെ കണ്ടു. ശരിക്കും നമ്മളൊന്ന് കൺകുളിർക്കെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാലും. ശരിക്കും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാലാണ് ഒന്ന് സ്വസ്ഥമാകുന്നത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എനിക്ക് ഈ ഹോസ്പിറ്റൽ വാസം ഒട്ടും പ്രിഫർ ചെയ്യാൻ പറ്റാത്തൊരു, പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തായാലും ഹോസ്പിറ്റലിൽ കിടന്നേ പറ്റൂ. നമ്മുടെ ബോഡിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നെന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രമേ അവർ നമ്മളെ തിരികെ എടുത്തുള്ളൂ. ബേബിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പോസ്റ്റ് പാർട്ടം ജേണി അവിടെ തൊട്ട് ആരംഭിക്കുകയാണ്. അത് വേറെ തന്നെ ഒരു സ്റ്റോറിയാണ്. ആഫ്റ്റർ സെക്ഷൻ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ, മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ ഫീഡിങ് ഇഷ്യൂസ്, നമ്മുടെ ബാക്ക് പെയിൻ, നമ്മുടെ ബോഡി മൊത്തം തകർന്ന് തരിപ്പണമായൊരവസ്ഥയായിരുന്നു എനിക്ക് മുന്നേ ഒരു തലവേദന അതുപോലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു തലവേദന വന്നായിരുന്നു. കാലിൻ്റെ നഖം തൊട്ട് മുടി വരെ വേദനിച്ച് പറഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു വേദനയായിരുന്നു. ആ ഒരു പോസ്റ്റ് പാർട്ടം ജേണിയിൽ മറക്കാൻ പറ്റാത്തൊരു വേദനയാണ് തലവേദന. അതുപോലെ ഓരോരോ വേദനകൾ ഒരുപാടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എന്നാലും ഈ ഡെലിവറി വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ബേബീനെ മോണിറ്റർ ചെയ്യുക. എത്ര വലിയ ഡോക്ടറാണെങ്കിലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ചെക്കപ്പ് ഒക്കെ നടന്നത് ഫുൾ ഹെൽത്തി ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതുപോലൊരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥ. ഈ ഫ്ലൂയിഡ് ശരിക്കും ഉണ്ടാകുന്നത് ബേബിയുടെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ലിക്വിഡാണ് ആ ഒരു ഫ്ലൂയിഡ് ഫോമിലേക്ക് മാറുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള റീസൺ ഒന്നുകിൽ ബേബിയുടെ ലിവർ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസ് ആകാം, അതും അല്ലെങ്കിൽ പ്ലാസൻ്റയുടെ ഇൻപ്രോപ്പർ വർക്കിംഗ് ആവാം. ഈ 3 റീസൺസൊക്കെ കൊണ്ടാണ് മെയിൻലി ഈ ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അതും അല്ലെങ്കിൽ പിന്നെ സഡനായിട്ടുള്ളൊരു വാട്ടർ ലീക്കേജ് ആയിരിക്കണം. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ റീസൺ എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യുക. ചെറിയ ഡൗട്ട് നിങ്ങൾക്ക് എന്തായാലും ലീക്കേജ് ഉണ്ടോ, അതങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. നമുക്കറിയില്ലല്ലോ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതുപോലെ ചെക്കപ്പിൻ്റെ സമയത്ത് കറക്റ്റ് ടൈമിൽ ചെക്കപ്പ് ചെയ്യുക. ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ലേറ്റായിട്ടായിരുന്നു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ടാണ് ഡോക്ടർ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യാനും സെക്ഷൻ ചെയ്യാനൊക്കെ പ്രിഫർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്കാൻ ചെയ്യേണ്ട സമയത്ത് സ്കാൻ ചെയ്യുക. ഒരു ദിവസത്തെ ഡിലേ പോലും വരുത്തരുത്. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കുറച്ച് കാശ് മുടക്കി പ്രൈവറ്റായിട്ട് നല്ല ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നതിനെ കൊണ്ടും യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ ബേബീനെ നിങ്ങൾ തന്നെ നോക്കുക. എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. ഇനിയിപ്പോൾ ഒരുപാട് പോഷകങ്ങളൊന്നും വാരിക്കയറ്റി കഴിച്ചില്ലെങ്കിലും വെള്ളം നല്ലോണം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഒരു കാര്യത്തിൽ ഓവറായിട്ട് വറി ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് സംഭവിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ സംഭവിച്ചിരിക്കും. ആ കാര്യത്തിൽ നിങ്ങൾ വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ബേബിയുടെ കാര്യം നോക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റോറി എങ്ങനെയാണ് പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഫ്രണ്ടിന് വോയിസ് മെസ്സേജ് അയക്കുന്ന രീതിയിലാണ് ഫാസ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിൽ ഇച്ചിരി അച്ചടി ഭാഷ കൂടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സി സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും എന്ത് തന്നെയായാലും പ്രിപ്പയർഡ് ആയിരിക്കുക. നിങ്ങളുടെ ബേബീനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് മാത്രമേ ചിന്തിക്കണ്ടൂ. അതിപ്പോൾ നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ബേബിയുടെ കൂടെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ നോക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കുക. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി പോസ്റ്റ് പാർട്ടം ജേർണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഇതെത്ര പേര് കാണുന്ന പോലെ എനിക്കറിഞ്ഞൂടാ. ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റി എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.